ഞാനിത് ആരും പറയാനില്ലാഞ്ഞിട്ട് ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് പറയാനില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് പഠിച്ചപ്പോൾ മനസ്സിലായി വലിയ അനീതിയും അധർമ്മമാണ് കേരളത്തോട് കാണിക്കുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞ ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റ് എൻ്റെ കേസിൽ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയണം, പോരെ? അതിലും അപ്പുറത്ത് കോടതി എന്തെന്ന് പറയാനാ? അപ്പോൾ ഇനി കേരളമാണ് പറയേണ്ടത് ഇത് പൊളിച്ചു കളയണം. കേരളം എപ്പോഴും പറയണം തമിഴ്നാടിന് എന്താണ് ജലം, നമുക്ക് സുരക്ഷ. എനിക്ക് ഇന്നേ വരെ ആലോചിച്ചിട്ട് ഇതിൻ്റെ ലോജിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ ദുരന്തം മൂലം മരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവന് എത്ര ടൺ അല്ലെങ്കിൽ എത്ര കിലോഗ്രാംസ് അല്ലെങ്കിൽ എത്ര ക്യൂബിക് TMC വെള്ളം ഇവർ തൂക്കും? ഒരാളുടെ 4 കോടി പോട്ടെ, അത് നടക്കില്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? സുരക്ഷ മാത്രം പറഞ്ഞാൽ പോരെ? അതല്ലേ വേണ്ടത്? മരിക്കാൻ പോണ ആൾക്കാരുടെ അടുത്ത് തമിഴ്നാടിൻ്റെ ജലം പറഞ്ഞിട്ട് എന്ത് വിശേഷമുണ്ട്? അതിലെന്ത് ലോജിക്കുണ്ട്? നമ്മുടെ സുരക്ഷ, ഒരാളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ എല്ലാ മെഷീനറികളും അയാളുടെ കൂടെ നിൽക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. ഇപ്പം ഒരാൾക്ക് ഭയം കൂടാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്താനായിട്ട് ഇന്ത്യയിലെ എല്ലാ ഫോഴ്സും അയാളുടെ കൂടെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ആർമി, ഇന്ത്യയുടെ പോലീസ് സംവിധാനങ്ങൾ, എയർഫോഴ്സ്, നേവി, ഈ ഭരണകൂടങ്ങൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇതെല്ലാം ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഭരണഘടന പറയുന്നത്. അപ്പോൾ 4 കോടി ജനങ്ങളുടെ വിഷയം ഭരണഘടന എന്തുമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യും? ഇതല്ലേ കേരള സർക്കാർ സുപ്രീം കോടതി പോയി പറയേണ്ടത്? അണ്ട് തമിഴ്നാടിൻ്റെ വെള്ളത്തിൻ്റെ കാര്യമാണോ കേരള സർക്കാർ പോയി സുപ്രീം കോടതി പറയേണ്ടത്? ഭൂകമ്പ സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സ്ഥലം, 130 വർഷം പഴക്കമുള്ള ഒരു ഡാം, ഇതുപോലത്തെ 50-ലേറെ ഡാമുകൾ ഇന്ത്യ മഹാരാജ്യത്തിൽ കൊളാപ്സ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച ഒരു രാജ്യം. ഇതൊക്കെ വെച്ചിട്ട് കേരള സർക്കാർ എന്താ പറയേണ്ടത്? സേഫ്റ്റി മാത്രമേ പറയാവൂ, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. വേറെ എന്തു പറഞ്ഞാലും അത് നോൺസെൻസാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും മനസ്സിലാക്കണം. 62 കൊല്ലമായിട്ട് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കാമല്ലേ തമിഴ്നാടിന് ജലമെന്ന്. എന്ത് പ്രയോജനം ഉണ്ടായി നിങ്ങൾക്ക്? അവർ ആ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 1 യൂണിറ്റ് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? പിന്നെ ഇപ്പോഴും നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അതെനിക്ക് ചോദിക്കാനുള്ളൂ. ഇനി വെള്ളം തരില്ല എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇവരിങ്ങനെയാണ് പറയുള്ളൂ, ഇവർ അടിമകളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കി വെച്ച് അവർ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പോയി. സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഏക ജനത കേരളത്തിലെ ജനങ്ങളാണെന്ന് തമിഴ്നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടിമകളാണ്. കാരണം തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തും കയറി കേരളമോ കർണാടകമോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റോ ഭരിക്കുന്നില്ല. കേരളത്തിലാണ് ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ വെല്ലുവിളിച്ചുകൊണ്ട് തമിഴ്നാട് കയറി നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മളെ ഭരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എടുത്ത് സകല കാര്യങ്ങളും എല്ലാ അധികാരവും കൈപ്പിടിയിലാക്കി വേറൊരു സംസ്ഥാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ വെല്ലുവിളിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ വെല്ലുവിളിച്ച് നമ്മുടെ നാട്ടിൽ കയറി നമ്മുടെ നെഞ്ചത്ത് കയറിയിരുന്ന് നിരങ്ങുന്നു. മനസ്സിലായി? അതിനെതിരെ പ്രതികരിക്കാനായിട്ട് കേരളത്തിൽ ആരുമില്ലാത്തൊരവസ്ഥ. അതായത് ഇവിടുത്തെ ആർക്കും നീതി വേണ്ട, ധർമ്മം പുനഃസ്ഥാപിക്കേണ്ട, ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇത്രയേ ഉള്ളൂ. അതായത് അധർമ്മികളുടെ നാടായി, അതായത് നീതിപക്ഷത്ത് നിൽക്കാത്ത അധർമ്മികളുടെ നാടായി കേരളം മാറി. അതിൽ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. സാമുദായിക നേതാക്കന്മാർ, ജാതി നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഇവരൊക്കെ ഈ അനീതി പക്ഷത്താണ് നിൽക്കുന്നത്, നീതിയുടെ പക്ഷത്തല്ല. അപ്പോൾ എന്തു പറ്റും? ആത്യന്തികമായി ഈ അനീതി പ്രവർത്തിക്കുന്ന അധർമ്മികളെ പ്രകൃതി തന്നെ ഈ ഭൂലോകത്ത് നിന്ന് മാറ്റിക്കളയും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ചിന്തിച്ച് നോക്കണം. ഇവിടെ വലിയ സന്മാർഗം പറയുന്ന ആൾക്കാർ, വലിയ ഈശ്വരനെക്കുറിച്ച് ഘോരഘൂരം പ്രഭാഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇല്ലേ? നമ്മളതല്ലേ മുമ്പിൽ കാണുന്നത്. ഈശ്വരനെക്കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നു,
അവരൊക്കെ ഈ അധർമ്മികളുടെ കൂടെയാണ്. അല്ലെങ്കിൽ ഇന്ന് തെരുവിൽ അവരെ കണ്ടേനെ, മുല്ലപ്പെരിയാർ പൊളിച്ചു മാറ്റണമെന്ന് പറയാൻ അവരെ കണ്ടേനെ. അപ്പോൾ ഈ അധർമ്മികളെ, അനീതിയുടെ പക്ഷം പിടിക്കുന്നവർ, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, വലിയ ധർമ്മിഷ്ഠരാണ്, വലിയ വിശ്വാസികളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന അധർമ്മികളെ ലോകത്ത് നിന്ന് ദൈവം തന്നെ മാറ്റിക്കളയും. അതിന് ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അത്തരം പാഠങ്ങൾ ജനങ്ങളെ ദൈവം പഠിപ്പിച്ചതായിട്ട് നമ്മൾ കാണാം. എൻ്റെ ഒരു പ്രാർത്ഥന അതാണ്, നമ്മളെ അങ്ങനെ ദൈവം പഠിപ്പിക്കാൻ ഇടവരരുതേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഒരാൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ? ആ ഒരു വിഷയം ഈ ചാനലിനെ കേൾക്കുന്ന ജനങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ്.